നമസ്കാരം, ഹെൽത്ത് ടോക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കൊറോണറി ഹൃദ്രോഗ ചികിത്സയ്ക്ക് പലതരം ഇഫക്റ്റീവായിട്ടുള്ള മരുന്നുകൾ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിലും ബലൂൺ ആൻജിയോപ്ലാസ്റ്റിയും സ്റ്റെൻഡിങ്ങും ഇന്നും പ്രാധാന്യമർഹിക്കുന്നു. പല രോഗികൾക്കും ഇതുകൊണ്ട് വളരെയധികം പ്രയോജനമുണ്ടെങ്കിലും ആവശ്യമില്ലാതെ ഈ ചികിത്സ ചെയ്യുന്നു എന്നൊരു ആക്ഷേപം നിലവിലുണ്ട്. ആർക്ക് എപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് വരുന്ന ആഴ്ചകളിൽ ഹെൽത്ത് ടോക്കിലുണ്ടാവുക. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ദക്ഷിണേന്ത്യയിൽ തന്നെ 27 വർഷം മുമ്പ് ആദ്യമായി ആൻജിയോപ്ലാസ്റ്റി വിജയകരമായി ചെയ്ത ശ്രീ ഉത്രം തിരുനാൾ റോയൽ ഹോസ്പിറ്റലിലെ ചീഫ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സി ഭരചന്ദ്രനാണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഇപ്പം ഒരുപാട് കേൾക്കാറുണ്ട് സിസേറിയൻ അനാവശ്യമായി ചെയ്യുന്നു എന്ന്. അതുപോലെ ഇപ്പം വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ സ്റ്റെൻഡിങ് അനാവശ്യമായി പല രോഗികൾക്കും ചെയ്യുന്നു എന്നുള്ളത്. അപ്പം ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് നമ്മൾ ഇനി തുടർന്നുള്ള എപ്പിസോഡുകളിൽ വരുന്നത്. അതിനു മുമ്പ് നമുക്ക് ആദ്യമായിട്ട് എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്താണ് ആൻജിയോപ്ലാസ്റ്റി എന്നുള്ളൊരു ചികിത്സ? ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന ചികിത്സ ഇപ്പോൾ ഈ കൊറോണറി ഹൃദ്രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊറോണറി ധമനികൾ, ഹൃദയത്തിന് ശുദ്ധരക്തം കൊടുക്കുന്ന കൊറോണറി ധമനികളിൽ ഉണ്ടാകുന്ന രക്തതടസ്സം അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ബ്ലോക്കിനെ മാറ്റുന്ന ഒരു ചികിത്സയാണ്. അതൊരു ബലൂൺ കൊണ്ടുവന്ന് ആ ബ്ലോക്കുള്ള സ്ഥലത്ത് വെച്ചിട്ട് ആ ബലൂൺ വികസിപ്പിച്ചിട്ട് ആ ബ്ലോക്കിനെ ഒതുക്കി മാറ്റുന്ന അല്ലെങ്കിൽ ആ ബലൂൺ ബ്ലോക്ക് ഉണ്ടാക്കുന്ന അത്രോമ എന്ന് പറയുന്ന അല്ലെങ്കിൽ അത്രോമാറ്റസ് പ്ലാക്ക് എന്ന് പറയുന്ന ഹൃദ്രോഗം ഉണ്ടാക്കുന്ന അത്രോസ്ക്ലെറോട്ടിക് പ്ലാക്ക് അതിനെ ചപ്പിച്ച് മാറ്റി തടസ്സം മാറ്റുന്ന ചികിത്സയാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു സ്റ്റെൻഡിങ്ങും ഇതുപോലെ വളരെ സ്റ്റെൻഡിങ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ ഈ ബലൂൺ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണാമോ? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രക്തക്കുഴലിലൂടെ അകത്ത് കയറ്റി കയ്യിലെയോ കാലിലെയോ രക്തക്കുഴലിൽ കൂടെ അകത്ത് കയറ്റി ഈ കൊറോണറി ധമനിയിലെ രക്തതടസ്സമുള്ള സ്ഥലത്ത് വെച്ചിട്ട് പിന്നെ ഇത് വികസിപ്പിക്കുമ്പോൾ ഇതാണ് ബലൂൺ. അത് ഞാനൊരു കാണാവോ എങ്ങനെ വെച്ചാൽ അപ്പോൾ ആ ബലൂണിനെ ഒരു പമ്പ് കൊണ്ട് അതിൻ്റെ പ്രഷർ നമുക്ക് വളരെ കാര്യമായിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ഹാൻഡ് പമ്പ് കൊണ്ട് ഈ ബലൂൺ വികസിപ്പിച്ചെടുക്കുന്ന ചികിത്സയ്ക്കാണ് ഈ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ അത് ബലൂൺ വികസിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ അതിന് പുറമേ ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാറ്റിയ തടസ്സം കുറച്ച് നാൾ കഴിയുമ്പോൾ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കൊറോണറി ധമനിക്കകത്ത് വെച്ചാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ധമനിയിൽ ചിലപ്പോൾ പൊട്ടലുണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല അതിനോടൊപ്പം തന്നെ ചിലപ്പോൾ രക്തം കട്ട പിടിച്ചിട്ട് പെട്ടെന്ന് തടസ്സം കൂടുതലാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പല അപകടങ്ങൾ കൂടെ ചിലപ്പോൾ ഇതുകൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ അപകടങ്ങൾ അതൊക്കെ വളരെ വളരെ വിരളമായിട്ടേ ഉണ്ടാകാറുള്ളൂ. എങ്കിൽ തന്നെയും അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഉള്ള മറ്റൊരു പരിപാടിയാണ് ഈ സ്റ്റെൻഡിങ് എന്ന് പറയുന്നത്. സ്റ്റെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഒരു സ്റ്റെൻഡ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. ഇത് കാണാമോ? അപ്പോൾ ഇത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റെൻഡാണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കാണാം ബലൂണിന് ചുറ്റും ഒരു മെറ്റാലിക് എന്ന് പറഞ്ഞാൽ മെഷ് പോലത്തുള്ള സാധനമാണ്. ഒരു ലോഹ ചുരുളാണ്. അത് ബലൂണിന് ചുറ്റും ഉണ്ടായിരിക്കും. എന്നിട്ട് ബലൂൺ വികസിക്കുമ്പോൾ അതും വികസിക്കും. ബലൂൺ പിന്നെ ചുരുക്കുമ്പോഴത്തേക്ക് സ്റ്റെൻഡ് അവിടെ തന്നെ ഇരിക്കും. ബലൂൺ നമുക്ക് അവിടെ നിന്ന് മാറ്റിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യുമ്പോഴുണ്ടാകുന്ന അപകടങ്ങൾ, രക്തം കട്ട പിടിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഈ രക്തക്കുഴലിനുണ്ടാകുന്ന പൊട്ടലുകൾ, അതിനെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അഥവാ ഉണ്ടായാൽ തന്നെ അത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ ആക്കാൻ നമുക്ക് സാധിക്കും. അതിനും പുറമെ വീണ്ടും അടഞ്ഞു പോകുന്ന ഒരു പരിപാടിയുണ്ട്. ഇതുകൊണ്ട് അതിന് ഈ റീസ്റ്റെനോസിസ് എന്ന് പറയും. നമുക്ക് ഈ ബലൂൺ കൊണ്ട് ബ്ലോക്കിനെ മാറ്റിയാലും ഒരു 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഇത് അടഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ സാധ്യത വളരെ നന്നായിട്ട് കുറയ്ക്കുവാനായിട്ട് ഈ സ്റ്റെൻറ്റിന് സാധിക്കും. ഈ ലോഹച്ചുരുളിന് കാണിക്കും.
അതിനും പുറമെ ഈ ലോഹച്ചുരുളിൽ ഈ സ്റ്റെൻറ്റിൽ മരുന്ന് കോട്ട് ചെയ്യും. അങ്ങനെ മരുന്ന് കോട്ട് ചെയ്ത ഡ്രഗ് എലൂട്ടിങ് സ്റ്റെൻറ്റ് എന്ന് പറയും. അപ്പോൾ ഈ മരുന്നുകൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാകുന്ന ഈ രക്തതടസ്സം റീസ്റ്റെനോസിസിനെ ഒഴിവാക്കുവാനായിട്ട് നമ്മൾ കൂടുതൽ സഹായിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ചെറിയ ചെറിയ കോശങ്ങൾ ഈ രക്തധമനിയുടെ അകത്തുള്ള ഇൻഡിമ എന്ന് പറയുന്ന അവിടെ കൂടുതൽ പിന്നെ ഈ കോശങ്ങൾ വളർന്ന് അതിനോടൊപ്പം തന്നെ മറ്റ് ചില രാസപദാർത്ഥങ്ങളെല്ലാം വന്നിട്ടാണ് ഈ റീസ്റ്റെനോസിസ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ പ്രക്രിയയെ പിന്നെ എന്ത് പറയാനാ, ഇത് ക്യാൻസറിനെയൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന മരുന്നുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ കോശങ്ങളുടെ വളർച്ചയൊക്കെ നിയന്ത്രിക്കുകയും തടസ്സം ഉണ്ടാക്കുകയൊക്കെ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന മരുന്നുകളാണ്. അങ്ങനെ ഈ മരുന്നുകൾ കൊണ്ട് പിന്നെ വീണ്ടും കൂടുതലായിട്ട് ഈ സ്റ്റെനോസിസ് ഉണ്ടാകുന്ന രണ്ടാമതുണ്ടാകുന്ന ബ്ലോക്കിനെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ വളരെയധികം സഹായിക്കും. അതാണ് ഈ ഡ്രഗ് എലൂട്ടിങ് സ്റ്റെൻറ്റ്. അപ്പോൾ ആദ്യം വെറും ബലൂൺ ആൻജിയോപ്ലാസ്റ്റി. അപ്പോൾ ബലൂൺ ആൻജിയോപ്ലാസ്റ്റി ചെയ്തപ്പോഴത്തേക്ക് ഒരു 20-30% ആളുകൾക്ക് ഒരു 6 മാസത്തിനകം വീണ്ടും ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു സാധ്യത കണ്ടു. അപ്പോൾ ഈ സ്റ്റെൻറ്റ് വന്നു. സ്റ്റെൻറ്റ് വന്നപ്പോഴത്തേക്ക് ആ സാധ്യത വീണ്ടും കുറഞ്ഞു. പക്ഷേ എങ്കിലും അതുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ മരുന്ന് കോട്ട് ചെയ്ത സ്റ്റെൻറ്റ് വന്നപ്പോഴത്തേക്ക് ഇത് വീണ്ടും ഉണ്ടാകുന്ന ഈ റീസ്റ്റെനോസിസ് വളരെയധികം കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അതാണ് ഡോക്ടർ. ഇപ്പം നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ഈ കൊറോണറി ഹൃദ്രോഗമുള്ള ആളുകളുടെ സംഖ്യ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പം ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഈ ബലൂൺ ആൻജിയോപ്ലാസ്റ്റി ആയിരുന്നാലും സ്റ്റെൻറ്റിങ് ആയിരുന്നാലും ഇപ്പം വളരെ സാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു ചികിത്സാ രീതി കൂടെയാണ്. നമ്മൾ ഇവിടെ വളരെ ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, കൊറോണറി ഹൃദ്രോഗമുള്ള എല്ലാവർക്കും ഈ ഒരു ചികിത്സ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഈ ഒരു ആൻജിയോപ്ലാസ്റ്റിയോ അല്ലെങ്കിൽ സ്റ്റെൻറ്റിങ്ങോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ഇതാണ് ആദ്യമേ തന്നെ രാജേന്ദ്ര പറഞ്ഞത്. ഇത് ചില അവസരങ്ങളിൽ ഇത് ദുരുപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്, ഇത് ദുരുപയോഗപ്പെടുത്തുന്നുണ്ട്. നല്ലൊരു ചികിത്സയാണ്. പക്ഷേ ഈ കൊറോണറി ഹൃദ്രോഗം ഉള്ള എല്ലാ പേർക്കും ഇതിൻ്റെ ആവശ്യമില്ല. മാത്രമല്ല, ഒരു കൊറോണറി ആൻജിയോഗ്രാഫി ചെയ്തിട്ട്, ആൻജിയോഗ്രാഫി ടെസ്റ്റാണ് ഈ ബ്ലോക്ക് എത്രയുണ്ടെന്നൊക്കെ കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന ടെസ്റ്റ്. അത് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബ്ലോക്ക് കണ്ടു എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈ ആൻജിയോപ്ലാസ്റ്റി അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ എല്ലാ പേർക്കും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുകൊണ്ട് പ്രയോജനപ്പെടുന്ന രോഗികളുണ്ട്. അവർക്ക് മാത്രം, അവരെ കണ്ടുപിടിച്ച് അവർക്ക് മാത്രം ചെയ്യേണ്ട ഒരു ചികിത്സാ രീതിയാണത്. പ്രയോജനപ്പെടുന്ന രോഗികൾ എന്ന് പറയുമ്പോഴത്തേക്കും ഏത് തരത്തിലുള്ള രോഗികളാണ് സർ? 2 തരം കൊറോണറി ഹൃദ്രോഗം 2 രീതിയിലാണ് പ്രകടമാകുന്നത്. ഒന്ന്, പതുക്കെ പതുക്കെ ഈ തടസ്സം വർദ്ധിച്ചു വരുമ്പോഴത്തേക്ക് ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിന് രക്തം നമ്മൾ ആയാസപ്പെട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് ഈ ധമനികളിൽ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള രക്തം ഹൃദയ മാംസപേശിക്ക് എത്തിക്കാൻ സാധിക്കാത്ത ഒരവസരം ഉണ്ടാകുമ്പോൾ, നമുക്ക് നടക്കുമ്പോൾ ആയാസപ്പെടുമ്പോൾ ഒരു നെഞ്ചുവേദന ഉണ്ടാകും. അതിനെയാണ് ആൻജിന പെക്ടോറിസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ക്രോണിക്കായിട്ട് നമ്മൾ ആയാസപ്പെടുമ്പോൾ മാത്രം അനുഭവപ്പെടുന്ന ഒരു അങ്ങനെ രോഗം പ്രകടമാകും. അതിനെ എന്ത് പറയുക, ക്രോണിക് സ്റ്റേബിൾ ഡിസീസ് എന്ന് പറയാം. മനസ്സിലായി? അത് കാലങ്ങളായിട്ടുണ്ടായിരിക്കും, അത് സ്റ്റേബിളായിരിക്കും, അത് പെട്ടെന്ന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അതൊരു വിഭാഗം. അങ്ങനെയുള്ളവർക്ക് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൻജിയോപ്ലാസ്റ്റി അത്യന്താപേക്ഷിതമല്ല. പിന്നെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്ന ചില രോഗികൾ അതിലുണ്ട്. പ്രത്യേകിച്ചും മരുന്ന് ഒക്കെ കഴിച്ചിട്ടും മാറാത്ത നെഞ്ചുവേദനയുണ്ടെങ്കിൽ ഈ ചികിത്സ കൊണ്ട് അവർക്ക് പ്രയോജനം ഉണ്ടാകും. എന്നാൽ നേരെ മറിച്ച് ഈ രോഗം മറ്റൊരു രീതിയിൽ പ്രകടമാകും. അതിനെ എന്താ പറയുക, അക്യൂട്ടായിട്ട് വളരെ തീവ്രമായ രീതിയിൽ പ്രകടമാകുമ്പോഴത്തേക്ക് അതിനെ അക്യൂട്ട് കൊറോണറി സിൻഡ്രോം എന്ന് പറയും. അതായത് ഈ രോഗപ്രക്രിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തിറോമാറ്റസ് പ്ലാക്ക് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഈ ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പ്ലാക്ക് ഈ നമ്മുടെ രക്തക്കുഴലിനകത്ത് തടസ്സം ഉണ്ടാക്കുന്നു. അത് പെട്ടെന്ന് പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തവുമായിട്ട് കലർന്ന് ആ രക്തത്തിലെ കോശങ്ങളുമായിട്ട് ചേർന്ന് രക്തം കട്ടുപിടിച്ചിട്ട് ആ തടസ്സം പൂർണ്ണമോ അല്ലെങ്കിൽ ഏകദേശം പൂർണ്ണമോ ഒക്കെ ആവുമ്പോഴാണ് പെട്ടെന്നുണ്ടാകുന്ന, വെറുതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന നെഞ്ചുവേദന. അതാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ഹാർട്ട് അറ്റാക്ക് തന്നെ പല രീതിയിലുണ്ട്. അങ്ങനെ ഈ തടസ്സം പൂർണ്ണമാകുമ്പോൾ ഈ ചില വ്യത്യാസങ്ങൾ വരുമ്പോൾ അതിനെ സ്റ്റെമി എന്ന് പറയും. അതുപോലെ പൂർണ്ണമല്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് വന്നിട്ട് വീണ്ടും അത് അലഞ്ഞുപോയി തടസ്സം മാറുന്ന അവസരത്തിൽ അത് പൂർണ്ണമായ ഒരു അറ്റാക്ക് ആവില്ല, അതിനെ എൻ സ്റ്റെമി എന്ന് പറയും. ഇങ്ങനെ പല രീതിയിൽ ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും. അപ്പോൾ അത് ഒരു എന്ന് പറയുന്ന അക്യൂട്ട് അല്ലെങ്കിൽ അക്യൂട്ട് അൺസ്റ്റേബിൾ കണ്ടീഷൻ, അക്യൂട്ട് കൊറോണറി സിൻഡ്രോം എന്നൊക്കെ നമുക്ക് പറയാം.
ഞാനൊന്ന് അത് പറഞ്ഞു തരാം, കാണിച്ചു തരാം. സർ, നമുക്ക് അതിന് മുമ്പ് ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, കുറച്ചും കൂടെ ഒന്ന് ഉറക്കെ സംസാരിക്കാമോ? ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. എന്തോ പ്രശ്നമാണ്, ശരിയല്ല. ഞാൻ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രക്തക്കുഴലിലെ ഇപ്പോൾ ഉൾവശം ഇങ്ങനെ ഇരിക്കുക. ഇതിപ്പോൾ അസുഖമൊന്നും ഇല്ലാത്ത രക്തക്കുഴലിൻ്റെ ഒരു ഉൾവശമാണ്. ഇപ്പോൾ അസുഖം വന്നിട്ട് അത് ഇപ്പോൾ തടസ്സപ്പെട്ടു തുടങ്ങുന്നു. അതിൻ്റെ ലൂമൻ അല്ലെങ്കിൽ അതിൻ്റെ ഉൾവശം അത് കുറഞ്ഞു, മനസ്സിലായില്ലേ? അത് ഏകദേശം ഇപ്പോൾ 50% കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 50% കുറഞ്ഞാലും നമുക്കൊന്നും അനുഭവപ്പെട്ടെന്നിരിക്കുകയില്ല. പക്ഷേ അത് ഇതുപോലെ ഒരു 70% കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആയാസപ്പെട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നെഞ്ചുവേദന ഉണ്ടാവും. അത് നമ്മുടെ കാറിൻ്റെ ഈ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ പോകുന്ന ട്യൂബിൽ ബ്ലോക്ക് വന്നാൽ അതുമായിട്ട് തന്നെ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു തടസ്സം വന്ന് എന്തെങ്കിലും തരിയോ മറ്റോ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ കാറ് പോവും, പ്രശ്നമൊന്നുമില്ല. കയറ്റം കയറുമ്പോഴത്തേക്ക് ആവശ്യത്തിന് പെട്രോൾ പോവുകയില്ല, അന്നേരം കാറ് അറച്ചറച്ച് നിൽക്കേണ്ടി വരും. അതുപോലത്തെ ഒരു കാര്യമാണ് ഈ ആഞ്ചന പെക്ടോറിസ് എന്ന് പറയുന്നത്. അത് വളരെയധികം ഈ തടസ്സം കൂടി ഒരു 90% ആയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട കുഴലിലൊക്കെ ആണെങ്കിൽ ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാൻ സാധിക്കാത്ത, കുളിക്കുമ്പോഴേ തന്നെ നെഞ്ചുവേദന ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ മരുന്ന് കഴിച്ചിട്ടും ഈ പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം. പക്ഷേ ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് അവിടെ നമുക്ക് മറ്റ് ഗുണങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. നമുക്ക് അനുഭവപ്പെടുന്ന ഈ പറഞ്ഞാൽ നെഞ്ചുവേദന അതിന് ആശ്വാസം തരുന്നു എന്നല്ലാതെ അത് രോഗത്തെ മാറ്റുന്നില്ല. അത് താൽക്കാലികമായിട്ട് ഈ അസുഖം ഉണ്ടാക്കുന്ന മെക്കാനിക്കൽ പ്രോബ്ലത്തിന് ഒരു മെക്കാനിക്കൽ സൊല്യൂഷൻ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് പെട്ടെന്ന് ഇപ്പോൾ ഇത് തടസ്സം ഉണ്ടാക്കുന്ന അത്തിറോമാറ്റസ് പ്ലാക്ക് എന്ന് പറയുന്നതാണ്. അത് പൊട്ടി അതിനകത്തുള്ള കൊളസ്ട്രോളും കോശങ്ങളും എല്ലാം രക്തമായിട്ട് കലർന്ന് രക്തം കട്ട പിടിച്ച് പെട്ടെന്ന് ആ തടസ്സം പൂർണ്ണമാകുമ്പോൾ, ഇതിവിടെ പൂർണ്ണമായിട്ടില്ല, കുറച്ച് കാണാം, ആൾമോസ്റ്റ് പൂർണ്ണമാകുന്ന ഇതാണ് അക്യൂട്ട് കൊറോണറി സിൻഡ്രോം ഉണ്ടാക്കുന്ന ആ പ്രക്രിയ. അത് പൂർണ്ണമായി കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. പെട്ടെന്ന് മുഴുവൻ അടഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അപ്പോഴാണ് അങ്ങനെ രക്തതടസ്സം പൂർണ്ണമാകുന്ന അവസരത്തിലാണ് പെട്ടെന്ന് നെഞ്ചുവേദന അനുഭവപ്പെട്ട് വെറുതെ ഇരിക്കുമ്പോൾ നെഞ്ചുവേദനയോ ശ്വാസം മുട്ടോ വിയർപ്പോ വിഷമോ ഒക്കെ ഉണ്ടായിട്ട് അതിനെ നമുക്ക് ഒരു അക്യൂട്ട് അറ്റാക്കായിട്ട് കണക്കാക്കാം. അങ്ങനെയുള്ളവർക്ക് ആൻജിയോപ്ലാസ്റ്റി വാസ്തവത്തിൽ ജീവൻ തന്നെ രക്ഷിക്കുന്ന ഒരു ചികിത്സാവിധിയാണ്. അവർക്ക് എത്രയും പെട്ടെന്ന് മരുന്നുകളൊക്കെ കൊടുക്കണം തീർച്ചയായിട്ടും. പക്ഷേ മരുന്നിനേക്കാളും ഇമ്മീഡിയറ്റ് ആയിട്ടും അതുപോലെ നീണ്ടു നിൽക്കുന്ന പ്രയോജനം തരുന്ന ഒരു ചികിത്സാവിധി ആൻജിയോപ്ലാസ്റ്റി തന്നെയാണ്. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ 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 ഹെൽത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഡോക്ടറോട് ചോദിച്ചോളൂ സർ. ടിവിയുടെ വോളിയം കുറയ്ക്കണേ. ടിവിയുടെ വോളിയം കുറയ്ക്കണേ സർ. ഹലോ, ചോദിക്കൂ. സാർ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു നെഞ്ചുവേദന ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. അപ്പോ അത് നെഞ്ചുവേദന എന്ന് പറയുന്നത് ശരിക്കും ഒരു നെഞ്ചിന്റെ ഒരു വലതു ഭാഗത്തായിട്ടാണ് ഒരു നെഞ്ചുവേദന ഉണ്ടാകുന്നത്. അപ്പൊ അത് വേദന വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എനിക്ക് ഗ്യാസിന്റെ ഒരു പ്രശ്നമുണ്ട്. ഈ ഗ്യാസിന്റെ പ്രശ്നം അതിനുള്ള ഗുളികകൾ കഴിക്കുന്നുണ്ട്. അപ്പൊ അതോടൊപ്പം തന്നെ ഈ കടുത്ത ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു പല പ്രാവശ്യം ഇങ്ങനെ ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ നിൽക്കും. അത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങനെ മാറാറുണ്ട്. അത് ഇതിന്റെ ഈ ഹാർട്ടുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു വിഷയമാണോ? എന്ത് ചെയ്യുമ്പോഴാണ് നെഞ്ചുവേദന വരുന്നത്? ഞാന് ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാണ്, കെപിഎസ്സിഡിസിയുടെ ഓഫീസിൽ വർക്ക് ചെയ്യാണ്. വേറെ ഒന്നുമില്ല, എനിക്ക് കടുത്ത ജോലികളായിട്ടൊന്നും അങ്ങനെ ചെയ്യുന്നില്ല. അതല്ല, ഈ വേദന വരുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, എന്തെങ്കിലും ചെയ്യുമ്പോഴാണോ വേദന വരുന്നത് അതോ വെറുതെ ഇരിക്കുമ്പോഴാണോ വേദന വരുന്നത്?
വെറുതെ ഇരിക്കുമ്പോഴല്ല, ഒരു മിക്കവാറും സമയം എന്ന് പറയുന്നത് ഒരു വൈകുന്നേര സമയങ്ങളിലൊക്കെ നമ്മൾ എന്തെങ്കിലും ചെറുതായിട്ട്, ഞാൻ വൈകുന്നേരം കളിക്കാനൊക്കെ പോകാറുണ്ട്. എനിക്ക് 42 വയസ്സായിട്ടുണ്ട്. അതല്ല ഇവിടുത്തെ ചോദ്യം നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോഴാണോ നെഞ്ചുവേദന ഉണ്ടാകുന്നത്? ചെയ്യുമ്പോഴാണ്. എന്നിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ വേദന വന്ന് ജോലിയില്ല, ഒരു സ്ഥിരമായിട്ട് കളിക്കാൻ പോകുന്ന സമയത്താണ് ഇത് ഉണ്ടാവുന്നത്. കളിച്ചോണ്ടിരിക്കുമ്പോഴാണോ വേദന വരുന്നത്? അതെ. അപ്പൊ കളി നിർത്തിക്കഴിഞ്ഞാൽ വേദന ഉടനെ പോകുമോ? ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അപ്പൊ ശരീരം ചെറുതായിട്ടൊന്ന് വേർക്കാറുണ്ട്, ഇല്ലെങ്കിൽ അത് കഴിയുമ്പോൾ അങ്ങ് മാറാം. അത് ശരി. ഇത് വലതുവശത്താണ് ഉണ്ടാകുന്നത് അല്ലേ? വലതുവശത്തുള്ള ഭാഗത്ത്. അത് ശരി. എത്ര നേരം നിൽക്കുന്ന പറഞ്ഞ 5-10 മിനിറ്റ് നിൽക്കുമോ? അതെ, 5-10 മിനിറ്റ് നിൽക്കാറുണ്ട്. അപ്പൊ കേട്ടിടത്തോളം താങ്കളുടെ വേദന ഈ കേട്ടിടത്തോളം അത്ര വളരെ ടിപ്പിക്കൽ അല്ല എങ്കിൽ തന്നെയും നമ്മൾ ആയാസപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഈ വേദന വലതുവശത്താണെങ്കിലും തീർച്ചയായിട്ടും അത് ബഹുമാനം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം. അതിനുവേണ്ടി ടെസ്റ്റുകൾ ചെയ്യണം. പല ടെസ്റ്റുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെഡ്മിൽ ടെസ്റ്റാണ്. അപ്പോൾ ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഈ വേദന നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ, അതോടൊപ്പം ECGയിലൊക്കെ ചില വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അനുമാനിക്കാൻ കഴിയും. ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രക്തക്കുഴൽ, നിങ്ങളുടെ ഹൃദയധമനിക്ക് അകത്ത് തടസ്സമുള്ളതുകൊണ്ടാണ് ഈ വേദന വരുന്നത്. അത് ആൻജിന പെക്ടോറിസ് തന്നെയാണ്. അതിനുവേണ്ട ചികിത്സ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് സാർ, ഒരു വിവരം ചോദിച്ചോട്ടെ. ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ്, ശരീരം വേർക്കുന്ന ആളാണ്. രാവിലെ ആയിരുന്നാലും വൈകുന്നേരം ആയിരുന്നാലും പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ ഈ നമ്മൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെ കൂടുതലായിട്ട് ഇറച്ചി അങ്ങനെയുള്ള കൊഴുപ്പ് ചേർന്നുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാറില്ല. കൊഴുപ്പ് ഇറച്ചിയൊന്നും കഴിക്കാത്ത ആളുകൾക്കും ഈ അസുഖങ്ങളെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആകണമെന്ന് നിർബന്ധമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ ടിപ്പിക്കലായിട്ടുള്ള ഒരിതല്ല എങ്കിൽ തന്നെയും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ടിട്ട് പരിശോധനകൾ നടത്തുകയും അതിൽ ഈ ഒരു ട്രെഡ്മിൽ ടെസ്റ്റിന് വിധേയനാവുകയും ചെയ്യണം. അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാൻ സാധിക്കും ഇത് പ്രശ്നമുള്ളതാണോ അല്ലയോ എന്ന്. ഓക്കെ, താങ്ക് യു. ഡോക്ടർ, നമ്മൾ അക്യൂട്ട് കൊറോണറി സിൻഡ്രോത്തിനെ പറ്റിയാണ് പറഞ്ഞത്. ഇപ്പം നമ്മുടെ ഈ കോളർ ചോദിച്ചതുപോലെ തന്നെ ഈ നെഞ്ചുവേദന എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് പറഞ്ഞതുപോലെ ചിലപ്പോൾ ഒരു ഗ്യാസിൻ്റെ നെഞ്ചുവേദനയായിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ആൻജിയോന ആയിരിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു അക്യൂട്ട് കൊറോണറി സിൻഡ്രോം ഉള്ള ഒരാളെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഇപ്പോൾ കൂടെ ഇതുപോലെ ഇദ്ദേഹം പറഞ്ഞ പോലെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണെങ്കിൽ അത് ഒരു അക്യൂട്ടായിട്ടുള്ള ഒരു അക്യൂട്ട് കൊറോണറി സിൻഡ്രോം ആകാനുള്ള സാധ്യതയില്ല. അപ്പോൾ എന്ന് വിചാരിച്ചിട്ട് അതിനെ നമ്മൾ ഒരു വിധത്തിലും ചെറുതായി കാണേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ളവർക്കും ചിലപ്പോൾ പെട്ടെന്ന് പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരും എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ടിട്ട് വേണ്ട പരിശോധനകൾക്ക് വിധേയനാകണം. പക്ഷേ വെറുതെ ഇരിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും വേദനയോ അസ്വാസ്ഥ്യമോ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ, അതോടൊപ്പം നമുക്ക് വിയർപ്പ് അനുഭവപ്പെടുന്നു, പ്രത്യേകിച്ചും നെറ്റിയിൽ വിയർക്കുക, അല്ലെങ്കിൽ നമുക്കൊരു ശ്വാസം മുട്ട് അനുഭവപ്പെടുക, ആകെപ്പാടെ ഒരു ക്ഷീണം അനുഭവപ്പെടുക, അത് വെറുതെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആദ്യമായിട്ട് എന്തെങ്കിലും ചെറിയ കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നെഞ്ചുവേദനയും ഇതുപോലെ ഒരു അക്യൂട്ട് കൊറോണറി സിൻഡ്രോം ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് അനുഭവപ്പെടുന്ന നെഞ്ചുവേദനയും അല്ലെങ്കിൽ ശ്വാസം മുട്ടോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങളും എല്ലാം ഈ അക്യൂട്ട് കൊറോണറി സിൻഡ്രോം ആകാനുള്ള വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഒട്ടും തന്നെ താമസിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് ഇത് അല്ലാന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി വേണ്ട ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ കോഴിക്കോട് നിന്നാണ്. പേര് പറഞ്ഞോളൂ സർ. കോഴിക്കോട് നിന്നാണ്. പേര് പറഞ്ഞോളൂ. സെബാസ്റ്റ്യൻ. ഡോക്ടറോട് ചോദിച്ചോളൂ സർ. ഹലോ മിസ്റ്റർ സെബാസ്റ്റ്യൻ, ചോദിക്കാം. ഹലോ, ഞാൻ 58 വയസ്സായി. ശരി, 58 വയസ്സായി. ഞാൻ നല്ലൊരു സ്പോർട്സ്മാൻ ആയിരുന്നു കോളേജിലൊക്കെ പഠിക്കുമ്പോ. ഹലോ, കേൾക്കുന്നു, പറഞ്ഞോളൂ. ഞാൻ സ്മോക്ക് ചെയ്യാറില്ല, ഡ്രിങ്ക്സ് കഴിക്കാറില്ല. പക്ഷെ ഞാൻ നല്ല കൊണ്ട് കളിക്കുന്നു. ഇപ്പൊ കളിക്കലോ എക്സർസൈസുകളോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് സ്റ്റെപ്പ് കയറുക, കുറച്ച് നടക്കുക. ഹലോ, കേൾക്കുന്നു, പറഞ്ഞോളൂ. നടക്കുക, എങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കഥയ്ക്കുക.
ഞാൻ വീണ്ടും എക്സർസൈസ് ചെയ്താലോ എന്ന് എനിക്ക് വീണ്ടും ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ പല എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നു ഒരു 55 വയസ്സിന് ശേഷം എക്സർസൈസ് ചെയ്താൽ ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട്, ബെറ്റർ നോട്ട് ടു ഡു ദിസ് not to do this exercise or not to do harm exercise, something like that. അതങ്ങനെ പറയുന്നു. അപ്പം ഡോക്ടർ അത് ശരിയാണോ? ഇനി ഒരു 58 വയസ്സായെന്ന് എനിക്ക് എക്സർസൈസ് ഒക്കെ ചെയ്തുകൂടെ? 88 ആയാലും എക്സസൈസ് ചെയ്യണം കേട്ടോ. പക്ഷേ 58കാരൻ്റെ എക്സസൈസും 88കാരൻ്റെ എക്സസൈസിനും വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രം. ആ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ എന്താ പറയുക ആ തീവ്രതയും അതുപോലെ തന്നെ അതിൻ്റെ സമയവുമൊക്കെ വ്യത്യാസം ഉണ്ടാകും. പക്ഷെ അതല്ല ഇവിടെ പ്രശ്നം. താങ്കൾ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ ഇപ്പോൾ ഓരോ പ്രയാസം ഉണ്ടാകുന്നു, അത് നമ്മൾ അതിനെ ബഹുമാനിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് അത് എന്താണെന്ന് കണ്ടുപിടിക്കണം. അത് അങ്ങനെ കിതയ്ക്കുന്നതിന് പല കാരണങ്ങളുണ്ടാകാം. ചിലപ്പോൾ ഈ രക്തധമനിയിലുള്ള തടസ്സം തന്നെ പലർക്കും നെഞ്ചുവേദനയ്ക്ക് പകരം ഇതുപോലെ കിതപ്പായിട്ട് അനുഭവപ്പെടാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഹൃദയ മാംസപേശിക്ക് ചെറിയ ബലഹീനത വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കിതപ്പ് അനുഭവപ്പെടാം. ഹൃദയ മാംസപേശിക്ക് ഇങ്ങനെ ബലഹീനതയ്ക്ക് പുറമേ ആ വാൽവുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് വരാം. അതുപോലെ നിങ്ങളുടെ ശ്വാസകോശങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ ആയാസപ്പെടുമ്പോൾ കിതപ്പ് അനുഭവപ്പെടാം. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ട് ഇതൊന്നും ഇല്ലയെന്ന് മനസ്സിലാക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ശരിയായിട്ടുള്ള ചികിത്സ ചെയ്യണം. അതിനുശേഷം തീർച്ചയായിട്ടും നിങ്ങൾ എക്സസൈസ് ചെയ്യണം. പ്രായം ഒരു പ്രശ്നമേ അല്ല, മറ്റുള്ളവരും കേൾക്കുന്നതിന് വേണ്ടി ഞാൻ പറയുന്നതാണ്. ഏത് പ്രായമായാലും എക്സസൈസ് ചെയ്യണം. അത് ഈ പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ നടക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എത്ര നേരം നടക്കണം അല്ലെങ്കിൽ എത്ര ദൂരം നടക്കണം എന്നുള്ളതല്ല, നമുക്ക് ഏതെങ്കിലും രീതിയിലൊരു ഒരു ശ്വാസം മുട്ടോ അല്ലെങ്കിൽ ഒരു കിതപ്പോ അനുഭവപ്പെടുന്നവരെ അല്ലെങ്കിൽ നമ്മുടെ കാല് കഴിക്കുന്നവരെ നടക്കണം. എങ്കിൽ മാത്രമേ ആ എക്സസൈസ് പൂർണ്ണമാവുകയുള്ളൂ. ഓക്കെ, ഡോക്ടർ, നമ്മൾ അക്യൂട്ട് കൊറോണറി സിൻഡ്രോമിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? അക്യൂട്ട് കൊറോണറി സിൻഡ്രോം അത് ഇതുപോലെ ഞാൻ പറഞ്ഞ ആൻജിയോപ്ലാസ്റ്റി എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട രീതിയിലുള്ള ഒരു അക്യൂട്ട് കൊറോണറി സിൻഡ്രോം ആണെങ്കിൽ ECGയിൽ ചിലപ്പോൾ വ്യതിയാനങ്ങളുണ്ടാകാം, പക്ഷേ ഉണ്ടാകണം നിർബന്ധമില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ അതിന് പറ്റിയൊരു ടെസ്റ്റ് ഇപ്പോഴുണ്ട്. അതിനെയാണ് ഈ ട്രോപ്പോണിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ പല ആശുപത്രികളിലും ഇങ്ങനെ ഇത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി, കാരണം ഇതൊരു വലിയ പ്രശ്നമാണ്. കാരണം ഈ കാഷ്വാലിറ്റിയിൽ എമർജൻസിയിൽ വരുന്ന രോഗികളിൽ നല്ലൊരു ശതമാനം ആൾക്കാരും ഈ നെഞ്ചുവേദനയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ നെഞ്ചുവേദനക്കാരെല്ലാവർക്കും ഈ അക്യൂട്ട് കൊറോണറി സിൻഡ്രോം ഇല്ല. അപ്പോൾ അവരെയൊക്കെ പിടിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആശുപത്രി അങ്ങ് നിറഞ്ഞു പോകും, പിന്നെ ആശുപത്രികൾ നിറഞ്ഞു പോകും. അതേസമയം ഇത് പലപ്പോഴും വളരെ ടിപ്പിക്കലായിട്ട് അനുഭവപ്പെടാറുമില്ല. അപ്പോൾ പലരും ഇത് ഗ്യാസാണെന്നൊക്കെ വിചാരിച്ചിട്ട് അതിനെ പിന്നെ ഇഗ്നോർ ചെയ്യും, അതിനെ എന്താ പറയുക നിസ്സാരവൽക്കരിക്കും. അത് വലിയ ദുരന്തത്തിലൊക്കെ അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ അക്യൂട്ട് കൊറോണറി സിൻഡ്രോം ഇങ്ങനെ ടിപ്പിക്കലായിട്ട് വന്നാൽ പോലും അത് കണ്ടുപിടിക്കണം. അതേസമയം ആവശ്യമില്ലാതെ ആരെയും ആശുപത്രിയിലൊക്കെ കിടത്തി ചിലവേറിയ ചികിത്സകൾക്കൊന്നും ടെസ്റ്റുകൾക്കൊന്നും വിധേയരാക്കാനും പാടില്ല. അപ്പോൾ അതിന് ഒരു പരിഹാരമാണ് ഈ ചെസ്റ്റ് പെയിൻ ക്ലിനിക് എന്ന് പറയുന്ന ഒരു സംവിധാനം. ഈ ചെസ്റ്റ് പെയിൻ ക്ലിനിക് പല ആശുപത്രിയിലുണ്ട്. എനിക്ക് തിരുവനന്തപുരത്ത് ഞങ്ങളാണ് ആദ്യമായിട്ട് തുടങ്ങിയതെന്നാണ് എൻ്റെ ഓർമ്മ. ഈ ചെസ്റ്റ് പെയിൻ ക്ലിനിക്കിലെ രോഗി വന്നു കഴിഞ്ഞാൽ ആദ്യം പരിശോധിക്കുന്നു, ECG എടുത്തു നോക്കുന്നു. ECGയിൽ വ്യക്തമായിട്ടുള്ള തെളിവുണ്ടെങ്കിൽ പിന്നെ ചോദ്യങ്ങളൊന്നുമില്ല, രോഗിയെ പിന്നെ ICUവിൽ കിടത്തണം. അതേസമയം ECGയിൽ അങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ ഈ നെഞ്ചുവേദന ഒരു ഇതാകാൻ സാധ്യതയുണ്ടെന്ന് കാണിക്കുന്ന രീതിയിലുള്ള നെഞ്ചുവേദനയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ട്രോപ്പോണിൻ ടെസ്റ്റ് ചെയ്യണം. ട്രോപ്പോണിൻ ടെസ്റ്റ് ഉടനെ ചെയ്യണം. അത് കഴിഞ്ഞ് 4 മണിക്കൂർ ഈ അനുഭവപ്പെട്ടതിന് ശേഷം 4 മണിക്കൂറിന് ശേഷവും ചെയ്യണം. അപ്പോൾ ഈ ട്രോപ്പോണിൻ ടെസ്റ്റ് കൂടി വരികയാണെങ്കിൽ 4 മണിക്കൂർ കൊണ്ട് കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു അക്യൂട്ട് കൊറോണറി സിൻഡ്രോമാണ്. അങ്ങനെയുള്ളവർക്ക് ആൻജിയോപ്ലാസ്റ്റി എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ അക്യൂട്ട് കൊറോണറി സിൻഡ്രോം ശരിയായിട്ടുള്ളൊരു അറ്റാക്ക് ആണെങ്കിൽ ECG തന്നെ കാണും. അപ്പോൾ അവർക്കുടനെ തന്നെ വേണ്ട ചികിത്സകൾ ചെയ്യണം. പക്ഷേ ECGയിൽ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ നെഞ്ചുവേദന അനുഭവപ്പെട്ടിട്ട് അല്ലെങ്കിൽ ശ്വാസം മുട്ട് അനുഭവപ്പെട്ടിട്ട് ഈ ട്രോപ്പോണിൻ ടെസ്റ്റ് പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതൊരു ചെറിയ പൊട്ടലാണ്. ഞാൻ നേരത്തെ കാണിച്ചതുപോലെ മുഴുവനും അടഞ്ഞിട്ടില്ല, കുറച്ചടഞ്ഞു, അല്ലെങ്കിൽ അടഞ്ഞതിന് ശേഷം അത് തുറന്നു കിട്ടി,
അതുകൊണ്ടാണ് പിന്നെ അതൊരു ഫുൾ അറ്റാക്കായി പൂർണ്ണമായ അറ്റാക്ക് ആകാത്തത്. പക്ഷേ അങ്ങനെയുള്ളവർക്ക് വലിയൊരു അറ്റാക്ക് അടുത്ത 2 ആഴ്ചകൾക്കകം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം. അത് എത്രയും പെട്ടെന്ന് ചെയ്യണം. കാരണം ഇത് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. അപ്പോൾ ചില മരുന്നുകളുണ്ട് ഇതൊക്കെ ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കുന്നത്. പക്ഷേ ആ മരുന്നുകൾ കൊണ്ടൊന്നും 100% പരിരക്ഷ നമുക്ക് കിട്ടുകയില്ല. അപ്പോൾ അങ്ങനെ ഒരു ഏകദേശം 100% പരിരക്ഷ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ മരുന്നുകൾക്കൊപ്പം ആൻജിയോപ്ലാസ്റ്റിയും എത്രയും പെട്ടെന്ന് ചെയ്യണം. ഡോക്ടർ, ഇപ്പം നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. എന്നാലും നമ്മളിത് സംസാരിച്ച് വന്ന കൂട്ടത്തിൽ ഈ ഒരു സിംറ്റംസ് എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ്. ഇപ്പം ഡോക്ടർ പറഞ്ഞതുപോലെ ചിലപ്പം ചില സിംറ്റംസിനെ നമ്മൾ കാര്യമായി എടുക്കാറുണ്ട്, ചിലതിനെ കാര്യമായി എടുക്കാറില്ല, തള്ളിക്കളയാറുണ്ട്. അപ്പം ഏത് തരം സിംറ്റംസ് ഉണ്ടാകുമ്പോഴത്തേക്കാണ് നമ്മൾ ഏറ്റവും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിലെ ഒരു സഹായം അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സപ്പോർട്ട് എടുക്കേണ്ടത് എപ്പോഴാണ്? എന്ത് ഒരു സിംറ്റം നമുക്ക് ഉണ്ടാകുമ്പോഴത്തേക്കാണ്? ആദ്യമേ എനിക്ക് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പലപ്പോഴും ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് അത് ചെറിയ അറ്റാക്കായാലും വലിയ അറ്റാക്കായാലും ഉണ്ടാകുന്നത് വളരെ പിന്നെ ടിപ്പിക്കലായിട്ടുള്ള പുസ്തകങ്ങളിലൊക്കെ എഴുതി കാണുന്ന രീതിയിലുള്ള സിംറ്റംസ് അല്ലെങ്കിൽ രോഗലക്ഷണങ്ങളോട് കൂടി ആയിരിക്കുകയില്ല. പ്രത്യേകിച്ചും നമ്മുടെ പിന്നെ രാജ്യത്ത് ഈ ഡയബറ്റീസ് ഉള്ളവരുടെ പ്രമേഹമുള്ളവരുടെ അളവ് വളരെയധികം കൂടുതലാണ്, എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ ഈ പ്രമേഹ രോഗികൾക്കും അതുപോലെ തന്നെ ഈ രക്തസമ്മർദ്ദമുള്ള രോഗികൾക്കും ഇത് രണ്ടും നമ്മുടെ രാജ്യത്ത് ഒരുപാടുണ്ട്. അങ്ങനെയുള്ളവർക്ക് അതുപോലെ തന്നെ സ്ത്രീകൾക്കും ഈ രോഗലക്ഷണങ്ങൾ വളരെ ലക്ഷണമൊത്തതായിരിക്കുകയില്ല. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ചെറുതായിട്ട് ആയാസപ്പെടുമ്പോൾ പിന്നെ നെഞ്ചിലൊരു വിഷമം തോന്നുകയാണെങ്കിൽ, ഞാൻ പറയുന്ന വിഷമമാണ്, വേദന തന്നെ ആകണമെന്നില്ല, അത് വേദനയാകാം. വേദനയാണെങ്കിൽ ഈ നെഞ്ചിൻ്റെ നടുക്ക് അമർത്തിപ്പിടിക്കുന്ന ഞെരിച്ചമർത്തുന്ന ആ രീതിയിലുള്ള ഒരു വേദന, അല്ലെങ്കിൽ എന്തെങ്കിലും ഭാരം കയറ്റി വയ്ക്കുന്ന എന്തോ കയറി ഇരിക്കുന്ന പോലെ. ചിലർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ നെഞ്ചിലൊരു കല്ലെടുത്ത് വെച്ച പോലെ ഒരു പ്രതീതിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുപോലെ എന്തോ ഒരു ഭാരം കയറ്റി വെച്ചിരിക്കുന്ന പോലെ ഒരു പ്രതീതി, അല്ലെങ്കിൽ ഒരു ശ്വാസം മുട്ടലുണ്ടാകുന്നു. അതോടൊപ്പം നമുക്ക് വേർപ്പ് അനുഭവപ്പെടുന്നു. പ്രത്യേകിച്ചും ഇപ്പോൾ പരിഭ്രമം വരുമ്പോൾ ആളുകൾക്ക് വേർപ്പുണ്ടാകും. അത് ശരീരം മുഴുവനായിരിക്കും, പ്രത്യേകിച്ച് ശരീരത്തിൽ മാത്രമായിരിക്കും. നേരെമറിച്ച് ഈ ഹൃദയാഘാതം ഉണ്ടാകുമ്പോഴത്തേക്ക് ആ വേർപ്പ് നെറ്റിയിലായിരിക്കും, നെറ്റിയിൽ വേർപ്പുണ്ടാകുന്നു. ഇതൊക്കെ കൂടെ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നല്ലൊരു ആശുപത്രിയെ സമീപിക്കുന്നതാണ് നല്ലത്. അത് സമീപിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. എന്ത് പറയുന്ന ഒരു ഫസ്റ്റ് എയ്ഡ്, ഒരു പ്രാഥമിക ചികിത്സ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു ആസ്പിരിൻ ഗുളിക കണ്ടുപിടിച്ചിട്ട് ഡിസ്പ്രിൻ കിട്ടും, അത് ചവച്ചരച്ച് വീഴുന്നു. അത് ചെയ്തു കഴിഞ്ഞാൽ ഈ അറ്റാക്കിൻ്റെ എന്ത് പറയുന്ന തീവ്രത നമുക്ക് വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. ഡോക്ടർ, നമ്മുടെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ നിന്ന് അവസാനിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ചെസ്റ്റ് പെയിൻ ക്ലിനിക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻസ് അർഹിക്കുന്ന ഒന്നാണ്. നമുക്കൊരു അനാവശ്യമായ ഒരു ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെസ്റ്റ് പെയിൻ ക്ലിനിക്ക് വളരെ അത്യാവശ്യമാണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ നമുക്ക് അടുത്ത ആഴ്ച കണ്ടിന്യൂ ചെയ്യാം. ഹെൽത്ത് ടോക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.